കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിന് 16.24 കോടി രൂപ വായ്പ അനുമതി നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. JNL സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള രണ്ടാം ഘട്ടത്തിനായാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് വായ്പ അനുമതി നൽകിയത്. സമഗ്രമായ ലിംഗനീതി ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് പുതിയ വനിതാ നയവും മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. മുതിർന്ന പൗരന്മാരുടെ അന്തസ്സും ക്ഷേമവും സജീവ പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന കാഴ്ചപ്പാടോടെ പുതിയ വയോജന നയത്തിനും മന്ത്രിസഭാ യോഗം രൂപം നൽകി. നെല്ല് സംഭരണ പദ്ധതി പ്രകാരം സംഭരിക്കുന്ന നെല്ലിന്റെ ഔട്ട് ടൺ റേഷ്യോ 68% നിന്നും 64.5% കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവാത്തതുമൂലം സപ്ലൈകോയ്ക്കുണ്ടായ സാമ്പത്തിക ബാധ്യതയായ 253.06 കോടി രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. JLN സ്റ്റേഡിയം മുതൽ കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെയുള്ള കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിനായി ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ നിന്നും 16.24 കോടി രൂപ വായ്പയെടുക്കുന്നതിനും മന്ത്രിസഭായോഗം അനുമതി നൽകി. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുമായുള്ള വായ്പാ കരാറിലും പദ്ധതി കരാറിലും ഏർപ്പെടുന്നതിന് KMRLനെ ചുമതലപ്പെടുത്തി. കുട്ടനാട് വികസന ഏകോപന കൌൺസിലിന്റെ ഘടനയിലും പ്രവർത്തനത്തിലും ഭേദഗതികൾ വരുത്താൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. കുട്ടനാട് വികസന ഏകോപന കൌൺസിലിന്റെ സംസ്ഥാനതല സെക്രട്ടേറിയറ്റായി ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പിൽ കുട്ടനാട് സെൽ രൂപീകരിക്കും. ഇതിനായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. സ്ത്രീ സൗഹൃദ സംസ്ഥാനത്ത് പുതിയ വനിതാ നയവും മന്ത്രിസഭായോഗം അംഗീകരിച്ചു. നവകേരളം എന്നത് സ്ത്രീപക്ഷ കേരളമായിരിക്കുമെന്ന ലക്ഷ്യത്തോടെ 2009 വനിതാ നയം കാലാനുസൃതമായി പരിഷ്കരിച്ചാണ് വനിതാ നയം 2026 പുറത്തിറക്കിയത്. മുതിർന്ന പൗരന്മാരുടെ അന്തസ്സും ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനുള്ള സംസ്ഥാന നയം 2026 കരട് രൂപരേഖയും മന്ത്രിസഭായോഗം അംഗീകരിച്ചു. മുതിർന്ന പൗരന്മാർക്കു വേണ്ടിയുള്ള പരിഷ്കരിച്ച കേരള സംസ്ഥാന നയം മന്ത്രിസഭായോഗം അംഗീകരിച്ചു. മലയോര വികസന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി മലയോര വികസന എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. മുഖ്യമന്ത്രി ചെയർപേഴ്സണും കൃഷി വനം വകുപ്പ് മന്ത്രിമാർ വൈസ് ചെയർപേഴ്സൺമാരും ചീഫ് സെക്രട്ടറി കൺവീനറുമാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.